Shalom. Our YouTube channel, A4bin, welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ההאדני הנה אתה עשית תסמים ואת הארץ בכוחך הגדול ובזרעך הנטויה להעיף ממך לדבר. ഏരമ്യാവ് 32 അധ്യായം 17 വാക്യം വായിക്കുന്നു. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. The book of Jeremiah chapter 32 verse 17. O Lord God, behold, thou hast made the heaven and the earth by thy great power and stretched out arm, and there is nothing too hard for thee. ആഹാഹ് എന്ന എബ്രായ പദപ്രയോഗം വിലാപത്തിന്റെയോ സങ്കടത്തിന്റെയോ പ്രകടനമാണ്. ഈ സന്ദർഭത്തിൽ ജെറമിയ തന്റെ ഭയഭക്തിയും താൻ ഏൽപ്പിക്കപ്പെട്ട ചുമതലകളുടെ ഭാരത്തെക്കുറിച്ചുള്ള വികാരങ്ങളും ദൈവത്തോട് പ്രകടിപ്പിക്കുന്നു. അതിനാൽ ആഹാ പ്രധാനമായും ഓ അല്ലെങ്കിൽ അയ്യോ ശക്തമായ വൈകാരിക പ്രകടനം പ്രതിഫലിപ്പിക്കുന്നു. The Hebrew interjection aha is an expression of lament, distress, or sorrow. In this context, Jeremiah expresses to God his feeling of awe and also possibly feelings of the weight of the tasks he is given. Therefore, aha essentially conveys a sense of oh or alas, reflecting a strong emotional outcry. അഡോണായി എന്ന ഹീബ്രു പദം വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്. ഇത് ഒരു നാമപദമാണ്, പ്രോപ്പർ നൗൺ മസ്കുലിൻ സിംഗുലർ. കർത്താവ് അല്ലെങ്കിൽ യജമാനൻ എന്നർത്ഥം വരുന്ന അഡോണിൽ നിന്ന് ഉരുത്തിരിഞ്ഞത്. ഹീബ്രു ബൈബിളിൽ ദൈവത്തെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തലക്കെട്ടാണ് അഡോണായി. ദൈവത്തിന്റെ കർത്തൃത്വത്തെയും അധികാരത്തെയും ഊന്നിപ്പറയുന്നു. ദൈവത്തിന്റെ പരമാധികാരം, ശക്തി, ദൈവിക ഭരണാധികാരി എന്ന നിലയിൽ ദൈവത്തിന്റെ ജനവുമായുള്ള ബന്ധം എന്നിവ ഉയർത്തിക്കാട്ടുന്ന സന്ദർഭങ്ങളിൽ ഇത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. The Hebrew word Adonai is a very important term. It is a noun proper masculine singular, derived from the root Adon, meaning Lord or Master. Adonai is a title used in the Hebrew Bible to refer to God, emphasizing his lordship and authority. It is often used in contexts that highlight God's sovereignty, power, and relationship with his people as their divine ruler. ദൈവത്തിന്റെ ഒരു ശീർഷകം. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു, കാരണം ഇത് പലപ്പോഴും ദൈവത്തിന്റെ വ്യക്തിപരമായ നാമമായ യഹോവ എന്ന വിശുദ്ധ ടെട്രാഗ്രാമറ്റണിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നു. യഹൂദ പാരമ്പര്യം ദൈവനാമത്തോടുള്ള ബഹുമാനം കാരണം തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ അഡോണായി എന്ന വാക്കാണ് ഉച്ചത്തിൽ ഉരുവിട്ടിരുന്നത്. A title of God. It's particularly significant because it's often used in place of the sacred tetragrammaton, Yahweh, which is God's personal name. Due to Jewish tradition's reverence for God's name, Adonai is spoken aloud when reading the scriptures. ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിനോ തുടർന്നുള്ള കാര്യങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിനോ ഉപയോഗിക്കുന്ന ഒരു ഇന്റർജംക്ഷനാണ് ഹിന്നെ എന്ന എബ്രായ പദം. ഇത് പലപ്പോഴും ഇംഗ്ലീഷിൽ ബിഹോൾഡ് അല്ലെങ്കിൽ ലോ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. The Hebrew word hinna is an interjection used to draw attention to a particular point or to emphasize the importance of what follows. It is often translated as behold or lo in English. അത്തഹ് എന്ന ഹീബ്രു പദം സെക്കൻഡ് പേഴ്സൺ മസ്കുലിൻ സിംഗുലർ പ്രോനൗൺ ആണ്. സാധാരണയായി ഇംഗ്ലീഷിൽ യുവെന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. The Hebrew word atha is a second-person masculine singular pronoun, commonly translated as you in English. ആശിത്ത എന്നാൽ ഹാവ് മെയ്ഡ്. ഇത് ക്രിയാപദമാണ്. ഖാൽ പെർഫെക്റ്റ് സെക്കൻഡ് പേഴ്സൺ മസ്കുലിൻ സിംഗുലർ. ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ സന്ദർഭത്തിൽ ദൈവികവും മാനുഷികവുമായ പ്രവർത്തനങ്ങളിൽ ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന ആശയം അവിഭാജ്യമായിരുന്നു. യഥാർത്ഥ വാക്ക് ആശാഹ് എന്നാണ്. Ashita means that have made. It is verb cal perfect second-person masculine singular. In the ancient Near Eastern context, the concept of doing or making was integral to both divine and human activities, and the original word is asha. ഒരു ക്രിയയുടെ നേരിട്ടുള്ള ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വ്യാകരണകണമാണ് എത്ത് എന്ന ഹീബ്രു പദം. ഇതിന് നേരിട്ടുള്ള ഇംഗ്ലീഷ് പദം ഇല്ല, മാത്രമല്ല പലപ്പോഴും വിവർത്തനം ചെയ്യാൻ കഴിയില്ല. The Hebrew word eth is a grammatical particle used to indicate the direct object of a verb. It does not have a direct English equivalent and is often untranslatable. ആകാശം അല്ലെങ്കിൽ സ്വർഗം എന്നതിന്റെ ഹീബ്രു പദമാണ് ഹഷാമയും. ഹീബ്രുവിൽ ഹ എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണെന്ന് അറിയാമല്ലോ, ബഹുവചന നാമമാണ് ഷമയും. അതിനാൽ അത് അക്ഷരാർത്ഥത്തിൽ സ്വർഗത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നു. ആകാശത്തെ അല്ലെങ്കിൽ സ്വർഗീയ മണ്ഡലത്തെ വിവരിക്കാൻ ഇത് മിക്കപ്പോഴും ഉപയോഗിക്കുന്നു. വിശാലമായ ഒരു ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ അത് ദൈവത്തിന്റെ വാസസ്ഥലം, ആത്മീയ മണ്ഡലം, നീതിമാന്മാരുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനം എന്നിവയെയും സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. Hashemayim is the Hebrew word for the heavens or the sky. Ha in Hebrew is the definite article the. Shemayim is the plural noun meaning heavens or sky. Therefore, it literally translates to the heavens. It is most often used to describe the sky, or the heavenly realm. In a broader theological context, it can also refer to the dwelling place of God,
the realm of spiritual beings, and the ultimate destination of the righteous. വാ എന്നത് ഒരു സംയോജനമാണ്. ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം ആൻഡ് എന്നാണെന്ന് അറിയാമല്ലോ. എത്ത് എന്നത് നമ്മൾ ഇതിനകം നാം കണ്ടതുപോലെ ഇനിപ്പറയുന്ന നാമം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണെന്ന് സൂചിപ്പിക്കുന്നു. Wa is a conjunction and is its meaning in English. As we have already seen, eth marks direct object of a verb. It signifies that the following noun is the direct object. ഹയററ്റ്സ് എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ഭൂമി എന്നാണ്. അതിലെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് തിരിച്ചറിയാനാകുന്നുണ്ടോ? എററ്റ്സ് എന്നത് പഴയ നിയമത്തിലുടനീളം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. ഇത് പ്രാഥമികമായി ഭൗതിക ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഈ പദം പലപ്പോഴും ക്ഷമയും ആകാശം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഉപയോഗിക്കാറുണ്ട്. ഭൗമികവും ദൈവികവുമായ മേഖലകൾ തമ്മിലുള്ള വ്യത്യാസം എടുത്തുകാണിക്കുന്നു. The Hebrew word Haaretz means the earth. Can you identify the article in it? Eretz is a versatile term used extensively throughout the Old Testament. It primarily denotes the physical earth or land, encompassing everything from the entire planet to specific regions or territories. The term is often used in contrast to Shemayim, heavens, highlighting the distinction between the earthly and the divine realms. ഇവിടെ നാം കാണുന്ന വാക്കാണ് ബെക്കോഹ്. മൂലപദം കോഹ്. ശക്തി എന്നർത്ഥമുള്ള മൂലപദമാണിത്. പ്രിഫിക്സ് ബാഹ ആണ്. ഇത് ഇൻ, വിത്ത് അല്ലെങ്കിൽ ബൈ എന്നർത്ഥമുള്ള ഒരു പ്രീപോസിഷൻ ആണ്. ഈ സാഹചര്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് ബൈ ദി പവർ. ഹ എന്ന പ്രത്യയം ഇംഗ്ലീഷിൽ യുവെന്നർത്ഥം വരുന്ന സെക്കൻഡ് പേഴ്സൺ മസ്കുലിൻ സിംഗുലർ പോസസീവ് സഫിക്സ് ആണ്. അതിനാൽ അത് ഘടിപ്പിച്ചിരിക്കുന്ന പദത്തെ യുവർ പവർ എന്നു അർത്ഥമാക്കുന്നു. അതിനാൽ സംയോജിപ്പിക്കുമ്പോൾ ബെക്കോഹ്ക അർത്ഥമാക്കുന്നത് ബൈ യുവർ പവർ എന്നാണ്. Bekahoka is the word we see here. Root word is koh. This is the root word, meaning strength, power, or might. Prefix is ba. This is a preposition meaning in, with, or by. In this case, it indicates by, so it means by the power of. Suffix is ka. This is a second-person masculine singular possessive suffix, meaning your. So it modifies the word it is attached to mean your power. Therefore, when combined, Bekahoka means by your power or with your strength. ആർട്ടിക്കിൾ ഹായും ചേർത്ത് ഹാഗാഡോൾ എന്നു വായിക്കാം. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ഗാഡോൾ എന്നത് ദൈവത്തിന്റെ മഹത്വം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സംഭവത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിന്റെയോ ആശയത്തിന്റെയോ വ്യാപ്തിയെ സൂചിപ്പിക്കാൻ കഴിയും. ബൈബിളിലെ മഹത്വം എന്ന ആശയം പലപ്പോഴും ദൈവത്തിന്റെ സ്വഭാവത്തോടും അവന്റെ വീര്യപ്രവൃത്തികളോടും അതുപോലെ അവന്റെ ജനത്തിന്റെ വിശ്വസ്തയോടും നീതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. Haggadol can be read with the addition of the article ha. In the context of the Bible, Gadol can refer to the greatness of God, the importance of a person or event, or the magnitude of a particular object or concept. The concept of greatness in the Bible is frequently tied to God's character and his mighty acts, as well as the faithfulness and righteousness of his people. ഹീബ്രു പദം ഉവിസ്ട്രോക, അതിന്റെ സ്ട്രക്ചർ, പ്രിഫിക്സ്, റൂട്ട്, സഫിക്സ് എന്നിവയുടെ ഒരു ടേപ്സ്ട്രി, ബൈബിളിലെ ഹീബ്രുവിന്റെ വിശാലമായ സന്ദർഭത്തിലും അതിന്റെ സാംസ്കാരിക പ്രാധാന്യത്തിലും പ്രതിധ്വനിക്കുന്ന അർത്ഥത്തിന്റെ സാംസ്കാരിക പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. The Hebrew word uvisroka, its structure, a tapestry of prefixes, root, and suffix, reveals layers of meaning that resonate within the broader context of biblical Hebrew and its cultural significance. ഈ വാക്ക് ആരംഭിക്കുന്നത് ഉവെന്ന സംയോജനത്തോടെയാണ്. ഈ ലളിതമായ കൂടിച്ചേർക്കൽ പദസമുച്ചയത്തെ മുൻകാല ആഖ്യാനവുമായോ ആശയവുമായോ ബന്ധിപ്പിക്കുന്നു. ഇത് തുടർച്ചയെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ ഹീബ്രുവിലെ സാധാരണ സംയോജനം നികുത് ഷെവയും വാവ് എന്ന അക്ഷരവും ചേർന്നു വരുന്നതാണ്. നിങ്ങൾക്ക് സംയോജനത്തെക്കുറിച്ച് കൂടുതലറിയണമെങ്കിൽ എ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇവിടെ അടുത്ത അക്ഷരം ബേത്ത് ആയതിനാൽ സംയോജനം ഒരു ഷുറേക്ക് അഥവാ സ്വരാക്ഷരമായി മാറുന്നു. സംയോജനത്തിന് ശേഷം ബി എന്ന പ്രീപോസിഷൻ കാണാവുന്നതാണ്. The word begins with the conjunction au, signifying and. This simple addition connects the phrase to a preceding narrative or idea, implying continuity and building upon a previous thought. As we know, the usual conjunction in Hebrew is letter wa with nikid shoa. If you want to learn more about conjunction, please click the I button. But here the next letter is beth, so the conjunction becomes like a shurek vowel. The shurek vowel associated with this conjunction adds a smooth, flowing quality, enhancing the sense of seamless connection. Following the conjunction is the preposition be meaning in or with. This preposition highlights the instrument or means by which an action is carried out. വാക്കിന്റെ കാതൽ ഭുജം അല്ലെങ്കിൽ ശക്തി എന്നർത്ഥം വരുന്ന സ്രോആഹ് എന്ന ധാതുവിലാണ്. ഹീബ്രു ബൈബിളിൽ ശക്തി, പ്രവർത്തനം എന്നിവയെ പ്രതിനിധീകരിക്കാൻ ഭുജം പലപ്പോഴും രൂപകമായി ഉപയോഗിക്കുന്നു. സംരക്ഷിക്കാനും വിടുവിക്കാനുമുള്ള കഴിവിനെ ഇത് പ്രതീകപ്പെടുത്തുന്നു. ഒരു ദൈവിക സന്ദർഭത്തിൽ ദൈവത്തിന്റെ ഭുജം ലോകത്തിൽ ദൈവത്തിന്റെ സജീവമായ ഇടപെടൽ, മനുഷ്യകാര്യങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്നിവയെ സൂചിപ്പിക്കുന്നു.
അതിനാൽ സ്രോആഹ് ഒരു ശാരീരിക അവയവം മാത്രമല്ല, ശക്തവും പരിവർത്തനാത്മകവുമായ ശക്തിയുടെ പ്രതീകമാണ്. അതിന്റെ അവസാനിക്കുന്ന ഖ ഒരു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ പോസസീവ് പ്രോനൗൺ യൂവ് എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ ഈ പ്രത്യയം പലപ്പോഴും ദൈവത്തെ സൂചിപ്പിക്കുന്നു. ഇത് പരാമർശിക്കപ്പെടുന്ന ശക്തി ദൈവത്തിന്റേതാണെന്ന് സൂചിപ്പിക്കുന്നു. The core of the word lies in the root zroa, meaning arm or strength. In biblical Hebrew, arm is often used metaphorically to represent power, might, and action. It symbolizes the ability to exert force, to protect, and to deliver. In a divine context, the arm of God signifies God's active involvement in the world, God's intervention in human affairs. Therefore, Zroa is not merely a physical limb, but a symbol of potent, transformative power. Its ending ka, a second-person masculine singular possessive pronoun, indicates your. In a theological context, this suffix often refers to God, indicating that the strength being referenced is God's own. ഹനേദിയഹ് എന്ന വാക്ക് ഹ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ ആരംഭിക്കുന്നു. ഇംഗ്ലീഷിൽ അതിന്റെ തത്തുല്യം ദിയാണ്. നാഥോ എന്നത് മൂലപദമാണ്. ഈ റൂട്ട് അർത്ഥമാക്കുന്നത് നീട്ടുക, ചായുക അല്ലെങ്കിൽ വശത്തേക്ക് തിരിക്കുക എന്നാണ്. നാഥു നിഷ്ക്രിയ ഭാവത്തിലാണ്. ഈ വെർബ് ഖൽ ഫോമിലാണ്. ഖൽ പാസീവ് പാർട്ടിസിപ്പിൽ ഫെമിനിൻ സിംഗുലർ. യു ശബ്ദം ഒരു ഷുരക്കാണ്. ഏഹ് എന്നത് ഫെമിനിൻ എൻഡിംഗ് പ്രതിനിധാനം ചെയ്യുന്നു. The word hanatheia starts with definite article ha, and its equivalent in English is the. It indicates that the noun being modified is specific and known. Nathuia is the core of the word, and it's a passive participle. Natha is the root word. This root means to stretch out, to extend, to incline, or to turn aside. Nathu is in the passive participle form. Outstretched article verb kal. Kal passive participle feminine singular. In Hebrew grammar, passive participles describe a state resulting from an action done to the subject. In this case, it means stretched out, extended, or inclined. The U sound is a shurek. Ya is the feminine singular ending. It indicates that the participle is modifying a feminine noun. ഇത് ഒരു അഡ്വെർബാണ്. ഹീബ്രു ബൈബിളിൽ ഒരു പ്രവർത്തനത്തിന്റെയോ അവസ്ഥയുടെയോ അഭാവത്തെയോ വിപരീതത്തെയോ സൂചിപ്പിക്കുന്ന ക്രിയകളോ കമാൻഡുകളോ പ്രസ്താവനകളോ നിരാകരിക്കാൻ ലോ പലപ്പോഴും ഉപയോഗിക്കുന്നു. This is an adverb. In the Hebrew Bible, lo is often employed to negate verbs, commands, or statements, indicating the absence or opposite of an action or condition. യിഫാലെ എന്ന ക്രിയ നിഫാൽ ഇംപെർഫെക്റ്റ് തേർഡ് പേഴ്സൺ മസ്കുലിൻ സിംഗുലർ ആണ്. ആദ്യം നാം കണ്ട അഡ്വെർബ് അഥവാ ക്രിയാവിശേഷണം പരിഗണിക്കുമ്പോൾ അതിനർത്ഥം അസാധ്യമേത് ഒന്നുമില്ല എന്നാണ്. The verb yifale is niphal in perfect third-person masculine singular. When we consider the previous adverb of negation, it means nothing there is too hard. Original preposition min. അതിനർത്ഥം from. Second person pronoun ending. ഖ എന്നാൽ യു എന്നർത്ഥം. അത് മസ്കുലിൻ സിംഗുലർ ആണ്. അക്ഷരം മെം ഇൻസേർഷൻ. ഈ പ്രത്യേക സാഹചര്യത്തിൽ മിൻ എന്ന പ്രീപോസിഷൻ രണ്ടാമത്തെ വ്യക്തി സർവനാമവുമായി ചേരുമ്പോൾ ഒരു മെം ചേർക്കുന്നു. ഹീബ്രു വ്യാകരണം പലപ്പോഴും പ്രീപോസിഷനുകളും സർവനാമങ്ങളും സംയോജിപ്പിച്ച് ഒറ്റപദങ്ങളാക്കി മാറ്റുന്നു. ഈ കോമ്പിനേഷനുകളിൽ ചിലപ്പോൾ വാക്കുകളുടെ യഥാർത്ഥ രൂപങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. മിൻകയിൽ മെം എന്ന അക്ഷരം ചേർക്കുന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റമാണ്. മിൻക എന്നാൽ ഫോർ യു എന്നാണ്. Original preposition min meaning, from. Second person pronoun ka meaning. You, that is masculine singular. The letter mem insertion. In this specific case, when the preposition min combines with the second person pronoun, a mem is inserted. Hebrew grammar often combines prepositions and pronouns into single words. These combinations sometimes involve slight changes to the original forms of the words. The insertion of the letter mem in mimka is one such change. Mimka means for you. ഖോൽ അഥവാ ഖാൽ എന്ന എബ്രായ പദം സമ്പൂർണ്ണതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ഇത് പലപ്പോഴും ഇംഗ്ലീഷിൽ ഓൾ എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നു. ഇതിന്റെ മൂലപദം ഖലാൽ എന്നാണ്. The Hebrew word kol or kal is a versatile term used to denote totality or completeness. It is often translated as all in English. Its root word is kalal. എബ്രായ പദമായ ഡാബാർ എന്നത് ഒരു ബഹുമുഖ പദമാണ്. പ്രാഥമികമായി വാക്ക് അല്ലെങ്കിൽ സംസാരം എന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവികമോ മാനുഷികമോ ആകട്ടെ, ആശയവിനിമയം എന്ന ആശയം അറിയിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ സംഭവങ്ങളെയോ പ്രവർത്തനങ്ങളെയോ വസ്തുക്കളായി പരാമർശിക്കാനും കഴിയും. The Hebrew word daber is a versatile term that primarily means word or speech. It is used to convey the idea of communication, whether divine or human, and can also refer to events or actions as things. അതുകൊണ്ട് കോൽ ഡാബാർ എന്നു പറഞ്ഞാൽ all things എന്നു മനസ്സിലാക്കാം. So in this context, when we say kol daber, we can understand all things.
Thank you for watching our video. Please like, share, and subscribe to our YouTube channel. Please don't forget to comment below. We are using simple techniques throughout our videos to learn languages effectively. So please watch our videos regularly to learn the language faster. Have a great time.